SFI പ്രവർത്തകർക്കെതിരെ ആരുടെ ഭാഗത്തു നിന്നും അതിക്രമമുണ്ടായാലും തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. വലതുപക്ഷ മാധ്യമങ്ങൾ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രചരണങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. SFI നേതാവായിരുന്ന ധീരജ് രാജേന്ദ്രൻ 3ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർഷോ. SFI എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന ഹീനമായ അജണ്ടകളെ തിരിച്ചറിയണമെന്ന് സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ഈ ലക്ഷ്യത്തോടെ പ്രചാരണങ്ങൾ നടത്തുകയാണ്. SFIയുടെ ഏതെങ്കിലും പ്രവർത്തകൻ ചെറിയ തെറ്റുകൾ ചെയ്താൽ പർവ്വതീകരിച്ചു കാണിക്കുകയും യൂത്ത് കോൺഗ്രസുകാർ എന്ത് നെറുകെട്ട പ്രവർത്തനങ്ങൾ നടത്തിയാലും സംരക്ഷണം നൽകി സംസ്ഥാന നേതാക്കളായി ഉയർത്തുന്നതിനെതിരെ മൗനം പാലിക്കുകയാണ് വലതുപക്ഷ മാധ്യമങ്ങളെന്നും ആർഷോ പറഞ്ഞു. അയാൾക്കെതിരെ സംഘടനാ നടപടിയെടുത്തില്ലെങ്കിൽ ആഴ്ചകൾ നീളുന്ന SFI വിചാരണയുണ്ടാകുന്നത് മറിച്ച് അപ്പുറത്തൊരു വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്തിയ ആളുകളെ സംസ്ഥാന ഭാരവാഹികളാക്കി ജില്ലാ പ്രസിഡന്റുമാരാക്കി അവരോധിക്കുന്ന ഘട്ടത്തിൽ ചോദ്യങ്ങൾ ഉയരാതിരിക്കുന്നത്. SFI നേതാവായിരുന്ന ധീരജ് രാജേന്ദ്രൻ 3ാം രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നോളം കണ്ണൂരിൽ മറ്റൊരിടത്തും കാണാത്ത നിലയിൽ 20ഓളം വരുന്ന മാധ്യമസ്ഥാപനങ്ങളുടെ ക്യാമറയാണ് കണ്ണൂർ ITയിലേക്ക് ഈ കോൺഗ്രസിന്റെ കില്ലർ സ്ക്വാഡിനോടൊപ്പം നടന്നു ചെന്നത്. ഈ ക്യാമറകൾ തുറന്നു വെച്ചിരുന്നു. രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. സംഘാടക സമിതി ചെയർമാൻ T ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം K സന്തോഷ്, SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TP അഖില, SFI ജില്ലാ സെക്രട്ടറി PS സഞ്ജീവ്, KM അതുൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ധീരജിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.